ഊഞ്ഞൊക്കെ അപ്പം തന്നെ റെക്കോർഡിങ് അല്ലേ? ആ നല്ലതാ നല്ലതാ. ആ ആ മമ്മി ഇറങ്ങുന്നത് സൂക്ഷിച്ചു കഴിഞ്ഞ എന്നാലേ എന്തേലും ബാഗ് പിടിച്ചോളൂ. ഓക്കെ. ആണല്ലോ ഫുഡും കൊണ്ട് വന്നാൽ ഇവരൊക്കെ കൈക്ക് 2 മിനിറ്റ് ഇരിക്കായിരുന്നു. ആ മമ്മി ആ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനോട്. പക്ഷെ അങ്ങനെ നോക്കണ്ട, കല്ല് ഉറച്ചിരിക്കണ അത് നോക്ക്. മറ്റേടത്തൊക്കെ 40 എന്ന് പറയുമ്പോൾ അവർ ശരിക്കും സർവീസ് പോലെ തരുന്നുണ്ടല്ലോ. അവർ മൃഗങ്ങളെ കാണിക്കുന്നുണ്ട്, കോച്ച് ഇതുണ്ട്, എല്ലാം ഉണ്ട്. അതിന് മമ്മ അങ്ങോട്ട് ചെല്ല്, ആ അയാളൊക്കെ നിൽക്കുന്ന ആ പാതയിലോട്ട് ചെല്ല്. ഡാഡി പോണ വഴിയല്ല നമ്മൾ പോകണ്ട, ഡാഡി കാണിച്ച വഴിയാണ്. ഡാഡി കാണിച്ച വഴി പോകാനാണ്. പോകുന്ന വഴിയല്ല ഇത്ര നാൾ പൊക്കോണ്ടിരുന്ന്, അല്ലെ ഞാൻ എവിടെയൊക്കെ പോയേനെ. ഞാൻ പോത്തൊന്നുമില്ല, വെറും കൃത്യമായ ധാരണകളാണ്. പോകേണ്ട വഴികളിൽ തന്നെ നമ്മൾ പോകും. എന്ന് പറഞ്ഞോളൂ. दिल हो तो ऐसा हो, दिल दुल्हनिया बने, दिल वाले दुल्हनिया बने ले जाएंगे. हिंदी मरनो എന്തോ ഇതൊക്കെ കുഴപ്പമില്ല. ആ കല്ല് ഇളകുന്ന സ്ഥലം മാത്രം നോക്കിയാൽ ജംഗിളിൽ എങ്ങനെ നിങ്ങൾക്ക് മനിത ഉണർന്ന് ഇത് മനിത കാതലല്ലേ, അതെയും താണ്ടി പുനിതമാണ്. അതല്ലേ എല്ലാവരും ഇപ്പൊ ഈ ടൂറിന് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ അതാ പറഞ്ഞു. മറ്റേ ഇതിൻ്റെ അകത്ത് ഇന്നലത്തെ സിനിമയിൽ അഭിരാം മംഗളകാര്യം മഞ്ഞൾ കൊണ്ട് ആരംഭിക്കണം. അതല്ല മറ്റേ ഇതിൻ്റെ അകത്ത് മഞ്ഞമ്മൽ ബോയ്സില് അതാണ്. പോലീസുകാരും പിന്നെ പറയുന്നതാണ് ടൂറ് തീർന്നൊക്കെ പറഞ്ഞു ദേശക്കാരായിട്ട് ഒന്നാമത് വെറുതെ ഇരിക്കണമാര് പോയി കുഴിയിൽ വീണിട്ട് ഇവിടെ നടക്കണ സൂക്ഷിച്ചാണ്. കുഴപ്പമില്ല. അങ്ങനെയൊക്കെ വരുമ്പോ മുട്ടയിലിടുന്ന സാധനവും കൂടി അവന് ഇളകിയിരിക്കുക, അടിയിലൊരു സപ്പോർട്ട് വെച്ചിരിക്കുന്നു. ചെറിയ അമ്മ ആ വലിയ കല്ലേ വെക്ക്. കാല് വലിയ ചെറിയ കല്ലെ കൊണ്ട് വെച്ചിട്ടല്ല, വലിയ കല്ല് ഉറപ്പുള്ള കല്ല് നോക്കി. ഇതിൻ്റെ ഏറ്റവും ഉറപ്പുള്ള കല്ല് ഇവിടെ പിന്നെ ഇളക്കുണ്ട്. അപ്പോൾ അത് നോക്കി സൈഡിൽ ചേർത്ത്
അതെ അതിന് ഇളക്കമുണ്ടെന്ന് കറിഞ്ഞാത്ത തന്നെ ചവിട്ടേണ്ടി വരുന്നു. ഇത്തെ പിടിക്കാവില്ല. അതെ പിടിച്ചിട്ട് കല്ലിളക്കുന്നതിന് വേറെ ഇതില്ല. ആടെയാണ് കല്ലെല്ലാം വലിച്ചിളക്കി കളിക്കണം. എന്നിട്ട് ആടി മാറ്റിയാലും അവിടെ വേറൊരു ഗ്യാപ്പ് ആ ഓക്കെ ആ പോരെ പിടിച്ച് വെച്ച് പോരെ. ഇത് വലിയ കാലൊക്കെ സൂക്ഷിച്ചു. It's really pleasant to swim and stuff, but if it's not, it's like ice. Are you saying like a little bit? Yeah. As in just like so the sun. Okay. They were like, make sure you put a quick into the boat. Yeah. Oh, did you buy something? No, I didn't. ആ നല്ല നോക്കിവാ. ഇന്നിപ്പോൾ ഇതിലേ പോകുന്നു. ഇതില്ലേ ശരി അവിടെ മണ്ണിട്ട് കല്ലിട്ട് ആ സൈഡ് വഴി പോകണ്ട. മണ്ണെ തന്നാണ്ട് ഇതങ്ങനെ തന്നണം മണ്ണ്. അവിടുന്ന് വന്ന് ഇവിടെ ഇത്രയും ദൂരം നടന്നാൽ നടന്നാ exercise ആയി, അല്ലേ? പെട്രോൾ അടിച്ച് മൂടിയും. ഏ? പെട്രോൾ അടിച്ച് മൂടിയും. ചെറിയ തൊലത്ത് ഒടുക്കരുത്. പിടിച്ചോ അമ്മ കയറാൻ. ആ അമ്മയാ നോക്കണം അതല്ലേ വേറെ ആരും. പക്ഷെ മരം തെറ്റിപ്രായം നടത്താൻ പറ്റിയ പ്രായമല്ലാണ്ടായിട്ട് പിന്നെ കേട്ടിട്ട് 10-35 വർഷം കഴിഞ്ഞ് ഇപ്പം മരം. 35-40 വർഷം കഴിഞ്ഞാലും അത് നിലനിൽക്കണം. നിലനിൽക്കാനുള്ള ആംബിയൻസ് ഉണ്ടാവണം. അത് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഇല്ലാത്തൊരു കാലിന്റെ കുഴപ്പമാണ്. ഓ അല്ല മമ്മിക്ക് ഇപ്പം മരം ചുറ്റിപ്രായമുണ്ടെന്ന്. വീട്ടിൽ എത്ര മരമുണ്ട്? ആ ഓറഞ്ച് മരത്തിന് ചുറ്റിനും ഒരു 5 പ്രാവശ്യം നടക്കുമ്പോൾ ഇച്ചിരി വളവും വെള്ളവും ഒഴിച്ച് കഴിഞ്ഞാൽ അതിനേലും ഗുണമുണ്ട്. ഇങ്ങനത്തെയൊക്കെ ഊളത്തരം ഞാൻ പറയുമ്പോൾ മമ്മി ഇങ്ങനത്തെ ഒട്ട മറുപടിയാണ് എനിക്കിത് തിരിച്ചു തരണം. വീട്ടിൽ ഇഷ്ടം പോലെ പാത്രമുണ്ട്, നല്ല പോയിട്ടൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ. അപ്പം ഇങ്ങനത്തെ മറുപടികളാണ് നമ്മൾ പഠിക്കാൻ പറയുന്നതാ ഊളത്തരം. അത് കൊള്ളാം. അങ്ങനല്ല ഇങ്ങനത്തെ വല്ല കഥപുസ്തകം വായിക്കുമ്പോൾ വായിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ കഥപുസ്തകം ഉണ്ട്. അതുകൊണ്ട് വായിക്കുന്ന ഡോറയുടെ ഞാൻ മമ്മിയാ ഡോറാബുദ്ധി. ആരങ്ങനെ ഡോറാബുദ്ധിയൊന്നും വായിക്കാം. പിന്നെ ഡോറാബുദ്ധി എന്നാ നമുക്ക് അറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം എന്താണ് ഡോറ. അവിടോട്ട് നോക്കി ചെയ്ത് മുള്ളാണ്. അല്ല അപ്പൊ പിന്നെ ഇവിടെ മുള്ളാണെന്ന് ചുമ്മാ നടക്കേ. ഞാനത് കുടിച്ച് കളയണമെന്ന് നോക്കിയിട്ട് അത് കുടിക്കാൻ പറ്റില്ല.
എവിടെ നിന്ന് അമ്മ ഇവരെ കയറ്റിട്ട് ആടെ ഇരിക്കണല്ലോ എൻ്റെ എൻ്റെ കടപ്പാശം ഇതിലെ ഒരു ദിവസം കയറി പോകണമല്ലോ 13 കിലോമീറ്റർ നടന്നിട്ട് വരണമല്ലോ ഇതിലെ ഒരു ദിവസം കയറി പോകണമല്ലോ ഒന്ന് അത് 13.6 കിലോമീറ്റർ. അതാ പറഞ്ഞ 13.6 കിലോമീറ്റർ നടന്നിട്ട് അത് അതിനേമായിട്ട് പരിസ്ഥിതി ഇല്ല. ഇതാ ജയക്രീക്ക് എന്ന് പറയുന്നത് ഇവരുടെ ഓ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കയറണ്ട. എന്നാന്നറിയോ അല്ല 13 കിലോമീറ്റർ ഇപ്പം നടക്കാൻ പോയാൽ നിങ്ങൾ അവിടെ ഒരു അരമണിക്കൂർ 5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. 4 മണിക്കൂർ അതാ പറഞ്ഞ 4-5 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. ആ വരെ ഇതെന്നാ സംഭവം നോക്കിയിട്ട് അമ്മയുടെ ഇല്ല എൻ്റെ ഫോട്ടോ ഒന്നും വേണ്ട. ഇതിലുണ്ട്. മുട്ടിന്റെ ആ സാധനം അല്ല ഇടക്കിടയ്ക്ക് ഇനി വീക്കെൻഡ്സ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വീട്ടിലില്ലാത്തപ്പോൾ നിർബന്ധിച്ച് കിച്ചനും പാക്ക് ചെയ്ത് നിർബന്ധിച്ച വരാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ അതാ ഒരു മടുപ്പം ചുമ്മാ വീട്ടിൽ ഇരുന്ന് പിന്നെ അതൊരു വിഷയമാകാതെ വരും. മോഡലൊക്കെ പോണം. അപ്പോഴത്തേക്ക് വരുമ്പോൾ ഒന്നുകൂടെ ഇല്ല. അവളുടെ വിസ അപ്ലൈ ചെയ്ത 1 വർഷത്തേക്കിനൊക്കെ ഉള്ളതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവൾ വരാറാകുമ്പോഴത്തേക്കിനും അപ്ലൈ ചെയ്ത 1 മാസം കൊണ്ട് കിട്ടും. കുഴപ്പമില്ലല്ലോ വരുന്നത്. നേരത്തെ കിട്ടി നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ള. അല്ല അത് കഴിഞ്ഞിട്ട് വേണ്ട ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ വിസയിൽ തന്നെ വേണം അവൾ നിൽക്കാനും പോകാനും ഒക്കെ. പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവിടെ എല്ലാവരും അവരോട് ജോലി ചെയ്ത് തുടങ്ങും. അവൾ ആരും പറ്റി കഴിക്കും. അല്ല 2 മാസത്തിൻ്റെ ഇതല്ല. പിന്നെ ഇപ്പം ഈ മാസം അവസാനമാണ്. ഈ മാസം അവസാനം പ്ലാൻ പകുതിയോടെ ഞാൻ അപ്ലൈ ചെയ്യും. അപ്പോഴത്തേക്കിനും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിനും ആപ്ലിക്കേഷൻ ഇട്ട് തീരാൻ പറ്റുമായിരിക്കും. പിന്നെ ഒന്നുമില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാണെങ്കിലും ഇപ്പോൾ ഒക്ടോബറിൽ അവൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ പോയിട്ട് ഒന്നിച്ചിങ്ങ് തിരിച്ചു വരാം. അത് കൂട്ടത്തിൽ കൊണ്ടുവരികയും ചെയ്യാം. ഒക്ടോബറിൽ ഓഗസ്റ്റ് ഒരു വലിയ മോട്ടറുണ്ടോ? ഞാനതാ പറഞ്ഞു അവിടെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. ഞാൻ വേണ്ടിയിട്ട് അവരുടെ വീസ കിട്ടുന്നതനുസരിച്ച് ലീവ് അപ്ലൈ ചെയ്യാം. അവിടെ 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ 6 മാസം തന്നെ അങ്ങനെയാണെങ്കിൽ ജൂണിൽ പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതാകുമ്പോൾ സെപ്റ്റംബർ അല്ല ഒക്ടോബർ ആകുമ്പോൾ അവൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ അതാ അവൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ ആ സമയത്തേക്ക് പോകാൻ നോക്കാം. നിങ്ങൾ എന്തായാലും പോകാൻ പോകുന്നു പറയണ്ട. തിരിച്ചു വരാം. കാരണം ഈ ഇപ്പോഴത്തെ ഇതിന് പോക്ക് എന്തായാലും അവളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പോകുന്ന വേസ്റ്റാണ്. കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ അതിന് വേണ്ടി ഒന്ന് പോകേണ്ടി വരും. അല്ലെ ആ പകുതി വഴി പോകേണ്ടി വരും. ഇതൊക്കെയാലും ഭേദം പോയിട്ട് കഴിഞ്ഞ് ഒന്നിച്ച് വരാം. ഒരു ഓഗസ്റ്റിലാണ്
ഓഗസ്റ്റ് ആ സമയത്ത് അങ്ങനെയാണ് എമ്മാത്തിനും ആ സമയത്ത് എങ്ങാനും വരികയാണ് നാട്ടിൽ ഇത് നഷ്ടമായി എല്ലാം നഷ്ടമായി ഇപ്പോൾ ഇപ്പം അതിൻ്റെ ആദ്യം അവളുടെ തീരട്ടെ എന്നിട്ട് തോമസ് കുട്ടിയുടെ ഇനിയും ഇപ്പം ഞാൻ ആലോചിക്കണ തോമസ് കുട്ടിയുടെ അങ്ങ് പോയാൽ മതി സ്മാർട്ട് കുട്ടിയെ പോയി ഇതിന് വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനങ്ങ് പോയാൽ മതി. കാരണം ഇനിയിപ്പോൾ അതോടെ പിന്നെ ഈ കല്യാണങ്ങൾ നമ്മുടെ ആ ലാസ്റ്റ് കല്യാണങ്ങളാണ്. പകുതി കല്യാണങ്ങൾ നമ്മൾ വന്നിട്ടുമില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അടുത്ത ഉടനെ ഒരു കല്യാണം ഒന്നും അല്ല അങ്ങനെയുള്ള പോകേണ്ടതായിട്ട് നമുക്ക് അത്രയും ആഗ്രഹമുള്ളൊരു കല്യാണം വേറെ ഇല്ല. നമ്മൾ ചെല്ലുമ്പോൾ സമ്മയ്ക്കുമൊക്കെ ഇവൻ്റെനോ സ്മാർട്ടോടേനോ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്നല്ലേ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടിയൊക്കെ സഹായിച്ചത് നമ്മെ മറക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇനി താമസിച്ചിട്ട് കല്യാണത്തിനായിട്ട് പോയാൽ മതി. അതാണ് ഞാൻ അറിയിക്കണം. അല്ലാണ്ട് വെറുതെ ഉമ്മ കൂടെ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഉമ്മ വീടും വൃത്തിയാക്കി തൂത്തും വൃത്തിയാക്കാനും അല്ലാണ്ട് നേരെ നിന്ന് ഇതിന് സമയമേ ഉള്ളൂ. അല്ലെ പോവാണെങ്കിൽ ഒറ്റ പോക്കാണ് നോർത്ത് ഇന്ത്യയിലോട്ട്. ആ എനിക്കൊന്ന് എവിടെയായിരുന്നു അതാ പണ്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞു. അത്ര കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹം. ഞാൻ ഒരേ സ്ഥലം 15 വർഷമായിട്ട് പറയണേ ഹിമാലയങ്ങൾ. നിങ്ങൾക്ക് എനിക്ക് ആ ജയ്പൂർ ഹൈദരാബാദ് പോലത്തെ ജയ്പൂർ ആ ജയ്പൂർ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊന്ന് പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ഈ പരുവത്തിന് പോയാൽ മിക്കവാറും എല്ലാം നടക്കും. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ അടുത്ത പ്രാവശ്യം ഏതായാലും എവിടെയും നാട്ടിൽ കേരളത്തിൽ പോണില്ല. ട്രെയിനെ കയറി അല്ല കേരളത്തിൽ പോണില്ല. കല്യാണം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നുണ്ട്. സാധാരണ കേരളത്തിൽ പോകണം. നമ്മൾ വീട്ടിൽ കയറാൻ വേണ്ടി പോകുന്നു, അല്ലാണ്ട് പോകുന്നില്ല. വീട്ടിൽ കയറിയാൽ പിന്നെ അതാ വീട്ടിൽ കയറിയാൽ പിന്നെ വേറെ പണി നിങ്ങളുടെ പറമ്പും കാര്യങ്ങളും നോക്കും. അതുകൊണ്ട് പേരിക്കണ്ട. ശിഷ്ടകാലം അടിച്ചു പൊളിക്കാൻ പോവുക. അവളെ കൊണ്ടുപോകും. അവളെ ഫ്ലൈറ്റ് എടുത്ത് അങ്ങോട്ട് കയറ്റി വിടും. അത്രയല്ല, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അവളെ കൂടെ കൊണ്ടുപോകും. നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് ഇറങ്ങണമെന്ന്. എന്നാലും അവള് നമ്മുടെ കൂടെ വരട്ടെ. അത് അടുത്തതിൻ്റെ അടുത്ത പോകത്തില്ലേ. ഇപ്പം നാട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തന്നെ ജയ്പൂരിൽ ഞാൻ വിട്ടത് ജയ്പൂർ വിടത്തില്ലേ? ഇല്ലേ. സൂര്യഗാന്ധി അവിടെ മഞ്ഞ നീ വരണ്ടേ? ഞാനും ഞങ്ങളും അവളും കൂടെ ഒക്കെ പോക്കോളാം. ഇപ്പം ഞാൻ ജയ്പൂർ വരെ പോകാനിട്ട് സ്ഥലം പോലും ഓർപ്പിത്ത ഞാനാ. ആ വന്നാണ് തന്നെ അങ്ങ് പോകാൻ പോകും. എനിക്ക് വരെ നിന്റെ കെട്ടിയോളെ കൊണ്ടുപോക്കോളാം. വേണേ അവളുടെ വീട്ടുകാര്. ആ ഇതിലെ സിനിമ റീലോഡ് പിന്നെ 3യോ ഓ അതിലൊക്കെ ഉണ്ട് നിന്റെ തല്ലി ഒക്കെ റെക്കോർഡില്ല. അങ്ങോട്ട് കൂട്ടൊക്കെ പറഞ്ഞു. എന്താ എനിക്ക് 2 പഴമാണ് മൂടി അവർക്ക് ഏകദേശമൊക്കെ എന്നെ പറ്റി ഒരു ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. എവിടെയെങ്കിലും പോകണം അടുത്ത അവധിക്ക്. വീട്ടിൽ അടുക്കള കുത്തിയിരിക്കുന്ന പണിയില്ല. വാഗമൺ ട്രിപ്പൊക്കെ നല്ലതായിരുന്നു. എത്ര നിങ്ങൾ വാഗമൺ പോയിട്ടുണ്ടെന്ന് പറയണ. അല്ലാണ്ട് നിങ്ങളൊന്നും ഓരോന്നും പോയിട്ടുമില്ല. ഒരു കോപ്പിക്കുമ്പോൾ പറഞ്ഞു വാണ്ടങ്ങാണ്ട് പോയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പണ്ട് പോയതാ. ഞാനും ഉണ്ട് ഒരിക്കൽ. നമ്മൾ പക്ഷെ വാഗമണ്ണൊന്നും പോയെന്നില്ല. ചുമ്മാ വണ്ടി ഓടിച്ച് അതിലെങ്ങനെ ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതല്ലാതെ ആണ് പോവല്ല. കുരിശുമല അതൊക്കെയാണ് അറിയാത്തതുകൊണ്ട്. ആ മരങ്ങൾ നമ്മൾ പോയ സ്ഥലമില്ലേ, അന്നാ ഡാഡി മാത്രം കൂടെ പോയതാ. ആക്ച്വലി ഒരു ദിവസം വന്നതാ. അവന്റെ കല്യാണം മുമ്പിലത്തെ ആഴ്ചയില് ആന്റിയും കൊണ്ട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. മാത്രം ഉള്ളപ്പോഴല്ലേ നമ്മളെ പണ്ട് ഡാഡി വന്നില്ല. അന്ന് നമ്മൾ ഇവിടെ കൊടൈക്കനാല് പോയത് ഓർക്കണില്ലേ? എവിടെയാണ് കൊടൈക്കനാൽ? സൂസി ആന്റിയെ വിളിച്ചോണ്ടൊക്കെ പോയി. അല്ലെ ഊട്ടിക്ക് കന്യാകുമാരിക്കാണ് പോയത്. എനിക്ക് കന്യാകുമാരിക്ക് പോയി. അത് മമ്മിയാ ട്രെയിനെ പോയി. കന്യാകുമാരിയിലൊന്നും പോയിട്ടില്ല. എനിക്ക് മേഴ്സേച്ചി ഇല്ല. മേഴ്സേച്ചി എങ്ങും വരുന്നില്ല. ഇതന്നാ പണ്ട് നിങ്ങൾ പോയ കാര്യം പറഞ്ഞു. ലൈലമ്മ
ആൻസുമോള് ഞാന് അത് നിങ്ങൾ ട്രെയിനിൽ പോയത്? ട്രെയിനിലൊന്നും ആ, നിങ്ങൾ ട്രെയിനിലാണ് പോയത്. ഇല്ലടാ, സ്മാർട്ട് ഓയിൽ ഉണ്ടായിരുന്നു. മാട്ടമൊന്നുമില്ല നിങ്ങൾ ഞാനും അമ്മയും എമാത്തനും മൗസിയാൻ്റെയും കൂടെ മാട്ടോയും കൂടെ ഒരൊറ്റ പോക്ക് ആ പോയി. അത് നമ്മൾ മൂന്നുപേരും കൂടെ. അത് ഇത് ഇവിടെ ആണ് അവിടെ ആനപ്പുറത്ത് കയറ്റിയതും. ആനപ്പുറത്ത്. ആ അത് കൊടൈക്കനാലൊന്നും അല്ല, കൊടൈക്കനാലിലല്ലോ അത്. അത് ട്രിവാൻഡ്രത്തിൻ്റെ അടുത്തുള്ള. നിങ്ങൾ പണ്ട് ഹണിമൂൺ പോയത് എവിടാ? ആദ്യം പോയത് എവിടാ? ഞങ്ങൾ നേരെ ഒമാനിലേക്ക് പോയി. അല്ല, നിങ്ങൾ അവിടെ അങ്ങാണ്ട് വഴിക്ക് ബോംബെയിലെങ്ങാണ്ട് ഒരു ദിവസം ഒരു ദിവസമൊന്നും ഒന്നുമില്ല, രാവിലെ ഇറങ്ങിയിട്ട് വൈകിട്ട് തിരിച്ച്. അല്ല, നിങ്ങൾ അവിടെ എവിടെ പോയിട്ടുണ്ട്. അവിടുന്ന് ഞാൻ മറ്റേ നമ്മൾ ബോട്ടേ കയറി നിന്നപ്പം മറ്റേ കുറേ കാട്ടുപോത്തിൻ്റെ ആനയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് തേക്കടിയിലാണ് ഞങ്ങൾ പോയത്. കൊച്ചായിരുന്നപ്പം അത് ട്രിവാൻഡ്രം സൂലൊക്കെ സൂല് പോയി വൈകുന്നേരം 2 ദിവസം പ്ലാറ്റുള്ളൂ. വൈകുന്നേരം ആയപ്പം പല്ല് കേൾക്കാൻ മേല മുറ്റം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു കൊണ്ടു. പല്ല് കഴിച്ചില്ല. അതുമല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോകുന്നു. കന്യാകുമാരിക്കൊന്നും പോയില്ല. പോയില്ല. അത് കന്യാകുമാരിക്ക് പോകാൻ ഇപ്രാവശ്യം ആൻഡമാൻ്റെ പ്ലാൻ ഇട്ട്. പിന്നെ കല്യാണമായ അവരാട്ടെ അവരെല്ലാട്ടെ എല്ലാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആൻഡമാൻ നിക്കോബർ അത് പറഞ്ഞാലും മറന്നു നിൽക്കുകയാണ്. ആൻഡമാൻ പിന്നെ എനിക്ക് മനസ്സിലായി, ആ ഭാഗം പോക്കോടെ എനിക്ക് മനസ്സിലായി. ആൻഡമാൻ പോയിട്ട് പരിപാടാ ഇത്. പ്ലാനിങ്ങില് ഞങ്ങളെ ഒത്തിരി ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴാ പ്രശ്നം. അഭിപ്രായം ഞാൻ ചോദിക്കാൻ പാടില്ല കേട്ടാ. പിന്നെ അപ്പനെ അമ്മ സേനക്കായി പോയി സ്നാനമൊക്കെ തരുന്നോണ്ടാണ് ഞാൻ ഈ അഭിപ്രായം ചോദിക്കണം. അതൊക്കെ നമ്മളിന്ന സംഭവം പ്ലാനുണ്ട്, അതിട്ട് അങ്ങ് ഫിക്സ് ചെയ്യണം. അല്ലാതെ ബാക്കി വലിയ ഡീറ്റെയിലൊക്കെ പോയാ മിക്കവാറും നടക്കുകയല്ല. അത്രയും ദൂരം നമ്മൾ ഒരാഴ്ചത്തേക്കിന് മിനിമം പോകണം എൻ്റെ മകൻ. അതാ ഞാൻ ഓർത്തത്. അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും സമയമില്ലാണ്ടായി. ഇവർക്ക് പോകണമെന്നായി. ഒരാഴ്ച ആഴ്ചയിൽ എല്ലാവരും പോക്ക് തുടങ്ങി. പിന്നെ മാട്ടോ പോകുന്നു, ഹിമാചൽ പോകുന്നു. പിന്നെ നമുക്ക് പോകാനുള്ള സമയമില്ലാണ്ട് ഹിമാചലും കൂടെ കൂട്ടി പോകണമെന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ. അവര് പോകേണ്ടിടത്തൊക്കെ അവര് പോയി. അവരെവിടെ പോകുന്നില്ല, അവർ തിരിച്ച് അങ്ങോട്ടല്ലോ. അവരെങ്ങാണ്ടൊക്കെ പോയി. പിന്നെ അവർ ഹിമാചലിനകത്ത് വേണ്ടത് ഒരു ഇതിന് പോയി. അവിടെ പോയി ഇനി നമ്മൾ എത്ര പ്രാവശ്യം, മമ്മി എത്ര പ്രാവശ്യം ലുലു സെൻറ്ററിൽ പോയി. അമ്മയെ ലുലു നനക്കാൻ ഞാൻ എത്ര പ്രാവശ്യം കൊണ്ടുപോയി. ലുലു സെന്ററിൽ പോയത് പാവം. ആദ്യത്തെ പ്രാവശ്യം സ്മാർട്ട് കുറെ പൈസയുമായിട്ടുവാ വന്നത്. ആൻറ്റിക്ക് ലുലു സെന്ററിൽ പോകണമെന്നും ചുമ്മാ നമ്മളെന്തായാലും പോവാം. എന്നാൽ പിന്നെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ചുമ്മാ അതാ അച്ഛനും വരുന്നെന്ന് ആദ്യം അച്ഛനെയും കൂട്ടി പോയാൽ മതി എന്നും പറഞ്ഞിട്ടില്ല. അല്ലാന്ന് ഞാൻ രാവിലെ എന്നിട്ട് ബൈക്ക് എടുത്തിട്ട് വിടില്ല. അപ്പം നിങ്ങളെല്ലാവരും പോകും. അച്ഛൻ പിന്നെ വലിയ വണ്ടിയും കൊണ്ടുപോകും. അപ്പം പിന്നെ അന്ന് ഓർത്ത് നോക്കാം. എന്നാൽ പിന്നെ ഒന്നാഴ്ച ഇരിക്കട്ടെ. പിന്നെ ഒന്നാഴ്ച മാത്രം തന്നെ കൊണ്ടുപോകും. ഒന്നാഴ്ചയും കൊണ്ടുപോക്കാം. നമ്മൾ നിയമപക്ഷ എനിക്ക് ധൈര്യമൊന്നുമില്ല. അവന് ഭയങ്കര അതന്നെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിക്കുന്നു. നമ്മൾ വലിയ ബന്ധമുണ്ടോ. കൽക്കരിയിട്ട് ബാർബിക്കു എന്ന സ്ഥലമാണ്. പോയി. നമ്മൾ കൊണ്ടുവന്നത് തിന്നുന്നോ ഫിഷ് ആൻഡ് ചിപ്സ് തിന്നുന്നു. അന്നൊക്കെ തന്നെ ഫിഷ് ആൻഡ് ചിപ്സ് തിന്നാണ്. ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കിയത്. ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ 3 വിലയായിരിക്കും. ടൗണിലങ്ങനെ പോയി നോക്കാം എന്നാ വില ഉണ്ടെന്ന്. ഈ 600 ml കൊക്കക്കോളയ്ക്ക് $400 അത് ടൗണിലും അത്ര വിലാടി ആണ്. നമ്മൾ വൂൾവർത്തിൽ മാത്രം സെയിലിന് കിടക്കുമ്പോഴാണ് 2 995 കിടക്കുന്നത് ഞാൻ കണ്ടു ഇവിടെ. അതാണ് ലൈക്ക് നോർമൽ റേറ്റ് ആണ്. അത് നല്ല ലാഭമാണ്. വൂൾവർത്തിലും കോഴ്സിലും നമ്മൾ ഇതുപോലെ തന്നെ പെട്രോൾ പമ്പിൽ $5 ഞങ്ങൾ വിൽക്കണേ ഇടയ്ക്ക്. അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. ഫുഡിനെയൊക്കെ ഇവർക്ക് ഒരു ലെവലിൽ കൂടുതൽ വെച്ചാൽ ഒത്തിരി വാങ്ങിക്കത്തില്ല. വലിയൊരു അത് അവരവരുടെ ബാർബിക്കും ടെൻറ്റും വാങ്ങിക്കാനൊക്കെ പറ്റും. അവരുടെ സൗകര്യം. അതൊന്നും നമ്മുടെ ബിസിനസ് നമ്മുടെ സൗകര്യം. ആള് കയറോ കയറേണ്ടിരിക്കും. വില ഇട്ടൊന്നുമില്ല. ഇല്ല. MRP എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അതിൻ്റെ മേളിലോട്ട് ഇവർക്ക് വില കയറ്റി വെക്കണം. കാരണം ഇവരുടെ ഈ സൗകര്യത്തിൽ ഇവർ തന്നെ വില ഇടണം. അവരിവിടെ കൊണ്ടുവന്ന് ഡേറ്റ് തീരാണ്ട് സാധനങ്ങൾ വെക്കുന്നതിനും ഇത് ചെയ്യുന്നതിനും ഒക്കെ. ഇന്ത്യൻ കട കണ്ടില്ലേ, എല്ലാം ആ ചാട്ട് മസാല എല്ലാം കഴിഞ്ഞ ഡിസംബറിൽ എക്സ്പയറി ആയത്.
അത് എല്ലാ ഇന്ത്യൻ കടയിലും അങ്ങനെയാണ്. ഇവർ ഈ സാധനങ്ങൾ കയറ്റി വിടും. അത് ഈ എക്സ്പയറി ആയി ഇവർ വരുത്തുന്നത് തന്നെ. അല്ല, ഓസ്ട്രേലിയയിലേക്ക് കയറ്റി വിടുന്നത് തന്നെ ഈ നാട്ടിൽ നിന്നുള്ള ബൾക്ക് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വേറെ ഒരു സ്റ്റിക്കർ അടിച്ചിട്ട് തരും. ഇതേ സാധനം തന്നെ ഇവർ തിരിച്ചയച്ചാലും അതുപോലെ തന്നെ ഇത് തിരിച്ചു വരും. സ്റ്റിക്കർ അടിച്ചു വരും. ഇവർക്ക് വലിയ ഓഫറിന് കിട്ടും. പണ്ടൊക്കെ അതാണ് പൊറോട്ട ഒന്നെടുത്താ ഒന്ന് ഫ്രീ വെക്കുന്നത്. ഇപ്പൊ ആ പണിയൊന്നും ഒന്നെടുത്ത ഒന്ന് ഫ്രീ ഒന്നുമില്ല. അത് അങ്ങനെ തന്നെയായിരുന്നു ലോകത്തെ എല്ലായിടത്തും കൊടുക്കണം. കാരണം ആ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട്